ഭാവനെ, ദാ ബസ് വന്നു. എല്ലാവരും റെഡിയായോ? എല്ലാം റെഡി, എല്ലാരും റെഡി. എല്ലാരും ജോഡിയായിട്ടായിരിക്കുന്നെ. എന്റെ ജോഡി എപ്പോ വരുമോ എന്തോ. എല്ലാരും ഇരുന്നല്ലോ അല്ലേ? ഡ്രൈവർ, വണ്ടി എടുത്തോ. ഓക്കെ സാർ. എന്താ ഏട്ടാ അത്? ഏതോ പക്ഷി വന്ന് ഗ്ലാസ്സിൽ ഇടിച്ചതാ. ഇതെന്താ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയത്? ഇതെന്തോ അപശകനം പോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല ഭാവനെ, നീ വെറുതെ ടെൻഷൻ അടിക്കില്ലേ. എന്തോ ആപത്ത് വരാൻ പോകുന്ന എന്റെ മനസ്സ് പറയാ. ഇന്ന് നമുക്ക് പിക്നിക്കിന് പോകണ്ട ഏട്ടാ. ഇത്രയൊക്കെ ഏർപ്പാട് ചെയ്തതിന് ശേഷം മാത്രല്ല എല്ലാവരും വണ്ടി കയറിയിട്ട് എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? ഒന്നും സംഭവിക്കില്ല. പക്ഷി വന്ന് ഇടിക്കുന്നത് നല്ല ലക്ഷണമാണോ അതോ ചീത്ത ലക്ഷണമാണോ? ആ പക്ഷിയെക്കാളും ഡേഞ്ചറായിട്ട് നീ ഉണ്ടല്ലോ ഇവിടെ. എന്റെ രാജയെ അന്യായമായിട്ട് ജയിലിൽ അടച്ചില്ലേ, അതിന്റെ ശിക്ഷയായി കാണുന്നത്. ഡ്രൈവർ, ആ ബ്ലഡ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പോവാം. ശരി സാർ. അവരെ ഇതുവരെ കണ്ടില്ലല്ലോടാ. അവരെന്താ വീട്ടിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയില്ലേ? മരണം നേരത്തെ വിധിച്ചു കഴിഞ്ഞിരിക്കുകയല്ലേ, ഇനി വരാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ കൈകൊണ്ട് മരിക്കാൻ ഉടനെ തന്നെ അവര് വരും. എന്താ എല്ലാരും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? നമ്മളിപ്പോ പിക്നിക്കിനല്ലേ പോകുന്നേ, ജയിലിലോട്ടല്ലല്ലോ. ഹാപ്പി ആയിട്ടിരുന്നൂടെ? യെസ് ഉണ്ണി, എല്ലാവരും ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അന്താക്ഷരി കളിക്കാച്ചാ. വെരി ഗുഡ്. നമുക്ക് അന്താക്ഷരി കളിക്കാം. ഓക്കെ, കമോൺ. ഉണ്ണി, നീ തന്നെ സ്റ്റാർട്ട് ചെയ്യും. വസുന്ധര, ഇനി താ സ്റ്റാർട്ട് ചെയ്യും. സായിൽ തുടങ്ങി. Sa
ഇനി അടുത്തത് കാർത്തിക പാടും. ഇവളെങ്ങാനും പാടിയാ നമ്മൾ വണ്ടി നിറങ്ങി ഓടേണ്ടി വരുമോ ഏട്ടാ? ചിറകില്ലാതുയരത്തിൽ പാറാം, കനമില്ലാതാടാം തുടിതാളം കൊട്ട. വെളിവില്ല കളിയെല്ലാം തീരും, കളമെല്ലാം മാറും, വിഴിനീരും വായും. നല്ലോരല്ല പാതാളത്തിൽ സർലോകത്തോ പോരന്മാർ. നല്ലോരല്ല പാതാളത്തിൽ സ്വർലോകത്തോ പോരന്മാർ. സുമംഗലി അമ്മമ്മേ, അമ്മമ്മ ഒരു പാട്ട് പാട്. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല. പാടണം പാടണം പാടണം. സൂപ്പർ ഇളയമേ, സൂപ്പർ. താഴെയൊരു കോണിലുള്ള നിലവറപ്പൂട്ട് തുറക്കണ്ടയോ? കീഴറ തുറന്നാലോ 100 പറ വൈഡൂര്യം. ഈശയിലണഞ്ഞാലോ ജീവിതമൊരാഘോഷം. താരെ ശനിയൊഴിവായാൽ തലമീതെ വരകൾ ശരിയായാൽ തീരായി എഴുതി വേഗം ഈ ഭൂഗോളം വിലക്കെടുക്കാം. മോഹപ്പെട്ടം നൂലും പൊട്ടി നെഞ്ചം വിട്ട് പാറി പറന്നേ. നോട്ടം തെറ്റിപ്പെട്ടിയിലുള്ള പൊന്നും കട്ടി താഴെ പോവല്ലേ. മേടയുടെ മേൽ തട്ടിലൊരു കൊടിക്കൂറ പറത്തണ്ടയോ? വെൺപകല് നാടുവാഴിയുടെ തലപ്പാവ് ധരിക്കണ്ടയോ? ആര് തടയാനാണേ നാം കനവ് കണ്ടാല്? എന്ത് രസമായേനെ നേരിലത് വന്നാല്. ഒന്നും ഒരു ഹരമായാൽ അത് നേടാം ഒരു മബലമായാൽ. വേണം ഉശുരു വേണം ഉലകപ്പാടെ പിടിച്ചടക്കാം. മോഹപ്പെട്ടം നൂലും അവിടെ ഇരിക്കേ. മതിയാക്ക്. എന്തൊരു ബഹളാ ഇത്. എനിക്കാണെ തല വേദനിച്ചിട്ട് വയ്യ. കോഫി എന്തെങ്കിലും കിട്ടുമോ ഇവിടെ?
അതിന് നമ്മൾ സിറ്റിയിലൊന്നും അല്ല, ഒരു ഫോറസ്റ്റ് ഏരിയയില. ഈ പ്രദേശത്ത് എവിടെ കോഫി കിട്ടാനാ? കോഫി കിട്ടും ഇളയമ്മേ. ആരെങ്കിലും കോഫി ചോദിച്ചാലോ എന്ന് കരുതി ഞാനും വസുവും നേരത്തെ തന്നെ അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിരുന്നു. ഡ്രൈവർ, ഒരു നല്ല സ്ഥലം നോക്കി വണ്ടി ഒതുക്ക്. നമുക്ക് കോഫി കുടിച്ചിട്ട് പോവാം. ആ വന്നേ, എല്ലാവരും ഇറങ്ങിക്കോ. ഇറങ്ങേട്ടാ. വാ വാ. ഇവരെന്തിനാണ് ഇവിടെ നിർത്തിയത്? ഇവിടെ വെച്ച് മരിക്കാനായിരിക്കും അവരുടെ വിധി. ഏട്ടാ പോയി കല്ലെടുത്തോണ്ട് വരൂ, അടുപ്പ് റെഡിയാക്കാം. വിറക് കിട്ടിയാലും എടുത്തിട്ട് വരണേ. ശരി, ഞങ്ങൾ പോയി കൊണ്ടുവരാം. വേണ്ട, ഞാൻ വിറകെടുത്തിട്ട് വരാം, നിങ്ങൾ കല്ലെടുത്തിട്ട് വാ. ഭാസ്കർ ഏട്ടാ ഇവിടെ ഞാനും വരുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കാം ആന്റി. ആ ശരിയാ, കാല് നന്നായി വേദനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വയസ്സായില്ലേ ആന്റി? ആ അ, മുട്ടുവേദനയൊക്കെ സഹജമാ. ആർക്കാടി വയസ്സായത്? കാല് വേദനിക്കുന്നുണ്ട്, മുട്ടിനല്ല, അത് പാദത്തിനാ. ആകെ വെറുപ്പ് തോന്നുന്നു. എന്താ ഇവിടെ കുട്ടിച്ചാത്തമാരെ ഇവിടെ സൗര്യം തരില്ലേ? അവിടെ എവിടെയും കിടന്ന് ഓടാതെ എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കും. നീ വാ, അങ്ങോട്ട് പോ. കണ്ടില്ല ചേട്ടാ, സുമംഗലി അമ്മമ്മ ഞങ്ങളെ വഴക്ക് പറഞ്ഞത്. ഒരിടത്ത് കറങ്ങാനും പാടില്ല കളിക്കാനും പാടില്ലെന്നാ പറയുന്നത്. ഞാനെല്ലാം കണ്ടായിരുന്നു. ആന്റി, ഈ ഫോറസ്റ്റില് പാമ്പ് എന്തെങ്കിലും കാണോ? ഇത് കാടല്ലേടി, പാമ്പും പുലിയും എല്ലാം ഉണ്ടാകും. ആണോ? അനുകീർത്തി, നിങ്ങൾ കളിക്കാൻ വേണ്ടി പാവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടാ, അത് ബസ്സിലുണ്ട് ചേട്ടാ. പോയി അതിന്ന് റബ്ബർ പാമ്പിനെ എടുത്തോണ്ട് വാ. ഇവരെ തൊട്ടാൻ ഈ സ്പോട്ട് മതി എന്നാണ് നീ പറയുന്നേ? സ്പോട്ട് ഓക്കെയാ, പക്ഷെ അവരെല്ലാരും എന്താ ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നെങ്കിൽ അവരെങ്ങ് കൊന്നേക്കായിരുന്നു. കാർത്തികേയ ഇളയമ്മ എവിടെ പോയി അഖിൽ? ദേ അവിടെ ഇരുന്ന് രണ്ടും കൂടി നുണ പറഞ്ഞോണ്ടിരിക്കുക അടുത്തി. കളിച്ചിരി കൂടാനായി ചെറുതാണാലേ താങ്ക്സ് അടുത്തി. മഴയേ ചെറുതാണാലേ നറുമഴ. ഇളയമ്മേ താങ്ക്സ് ഏട്ടത്തി. ഇതുവഴി ഇനി വരുമോ? വെറും കോഫി മാത്രമേ ഉള്ളൂ. ബിസ്ക്കറ്റ് ഇല്ലേ വസു? ബിസ്ക്കറ്റ് മാത്രം മതിയോ അതോ സാൻഡ്വിച്ചും ബർഗറും ഒക്കെ വേണോ? നിങ്ങൾക്ക് ഈ കാട്ടി വെച്ച് കോഫി ഇരുന്നതിന് വലിയ കാര്യമാ. ഞാനിപ്പോ വരാം ആന്റി.
നിങ്ങൾ ഇവിടെ തന്നെ നിക്ക്. അയ്യോ പാമ്പ് 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 അയ്യോ 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 പാമ്പ് 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 ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ദേഹത്ത് വീണത് പാമ്പൊന്നും അല്ല, കോഫിയാ. കോഫിയോ? പാമ്പ് വീണതുകൊണ്ട് കോഫി മുഴുവൻ ശരീരത്തിലായി. ഇവിടെ പാമ്പൊന്നും ഇല്ല ഇളയമേ, ആ അത് പോയിന്നാ തോന്നുന്നു. ഇളയമ്മയുടെ നിലവിളി കേട്ടെ പാമ്പ് ഓടിപ്പോയി കാണും അങ്ങ് ആഫ്രിക്കയിലേക്ക്. പാവാ പാമ്പ്. നിങ്ങൾ കരയുന്നിട്ട് അതിന് അറ്റാക്ക് വന്നു കാണും. ആ ഞാനിവിടെ പേടിച്ച് വിഷമിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ കോമഡി പറയാ. പേടിക്കാതെ ഇളയമേ, ആ പാമ്പ് പോയി കാണും. ആ പാവം, ഇളയമ്മയുടെ കോഫി മുഴുവൻ കളഞ്ഞു. ഞാൻ ഇളയമ്മയ്ക്ക് വേറെ കോഫി എടുത്തോണ്ട് വരാം. ഞാൻ അങ്ങോട്ട് വന്ന് കുടിച്ചോളടി. വീണ്ടും പാമ്പ് വന്ന് വീണാലോ? വാ ഇങ്ങോട്ട്. അമ്മമ്മ ഏട്ടാ നല്ലോണം പേടിപ്പിച്ചു. താങ്ക്സ് ഏട്ടാ. അമ്മമ്മ നമ്മളെ എപ്പോ വഴക്ക് പറഞ്ഞാലും ഇങ്ങനെ വേണം പേടിപ്പിക്കാൻ. ശരി, ആരും കാണാതെ ഈ റബ്ബർ പാമ്പ് കൊണ്ടുപോയി ബാഗിൽ ഒളിപ്പിച്ചു വെച്ചേക്ക്. എടാ, അവൻ ഒറ്റയ്ക്ക് നടന്നു വരിക, കാറും കൊണ്ട് അവനങ്ങ് തട്ടിയേക്കാം. യാ, എല്ലാം എഗ്രിമെന്റ്സ് പോലെ തന്നെ നടക്കണം. ഒന്നിലും ഒരു വ്യത്യാസം ഉണ്ടാവരുത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. ദാ കുറച്ചുകൂടി കോഫി. വേണ്ട വേണ്ട, ഇത് മതി. ഇത് തന്നെ തരണം. അല്ല, ഇവിടെ പറഞ്ഞതാ. മറ്റേവളും എത്തിയടാ. ചന്ദ്രശേഖർ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരെ രണ്ടുപേരും ആദ്യം തീർക്കേണ്ടതെന്ന്. അതേടാ, രണ്ടിനെ അങ്ങ് തീർത്തേക്ക്. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഓക്കേടാ. വണ്ടിയെട്, നീ വണ്ടിയെട്. കുറച്ചുകൂടെ സ്പീഡ് ആയിട്ട്. അച്ഛാ അച്ഛാ, അമ്മേ. ഉണ്ണി, മുറിവൊന്നും ഉണ്ടായില്ലല്ലോ ഉണ്ണി? മുറിവൊന്നുമില്ല അമ്മേ. എന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. എല്ലായിടത്തും നോക്കി വേണം നടക്കാൻ. വാ അങ്ങോട്ട് വാ. വാ ഉണ്ണി. ജസ്റ്റ് മിസ്, അവര് രക്ഷപ്പെട്ടു. ആ ചെറുക്കൻ തെന്നി വീണതുകൊണ്ട് അവര് രണ്ടുപേരും രക്ഷപ്പെട്ടു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യടാ? ഇവർക്ക് ഇനി ആയുസ് ഉണ്ടെന്നാ തോന്നുന്നത്. ഇപ്പൊ രക്ഷപ്പെട്ട എന്താ, കുറച്ച് സമയത്തിനുള്ളില് നമുക്ക് ഇവരങ്ങ് തട്ടാം. ശരി പോട്ടെ, ഇത്തവണ മിസ്സായി. അടുത്ത തവണ എന്തായാലും മിസ്സാവരുത്. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. വാ. എന്നാ ശരി, ഇറങ്ങാട്ടാ. നമുക്ക് ഇറങ്ങാം.